സോറി ജെന്റിൽ സ്കിൻ കെയർ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്കൊരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നൈക്കിന്ന് കുറച്ച് പ്രോഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. അതെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. കുറെ ദിവസമായി ഞാൻ, പക്ഷെ ഇതുവരെ ഒന്നും അൺബോക്സ് ചെയ്തില്ല. അപ്പൊ നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാം. ഞാൻ ആക്ച്വലി ക്യാമറയിലോട്ടല്ല സ്ക്രീനിലോട്ട് നോക്കുന്നതുകൊണ്ടാണ് എന്റെ വിഷൻ ഇങ്ങോട്ടായി പോകുന്നത്, നോട്ടം അങ്ങോട്ടായി പോകുന്നത്. അപ്പൊ നമുക്ക് പ്രോഡക്ട്സ് എല്ലാം നോക്കാം. അപ്പോ ആദ്യത്തത് കാണിച്ചു തരണേ. ഞാൻ സത്യത്തില് ഓഫീസിൽ നിന്ന് വന്ന് അതേ വേഷം തന്നെയാണ് നേരെ വന്നിരുന്ന് വീഡിയോ എടുക്കുവാണ്. കാര്യം കുറെ നാളായി ഈ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒത്തിരി നാളായിട്ട് ഇങ്ങനെ അതേപോലെ ഇരിക്കുകയാണ്. അതിനകത്ത് ആക്ച്വലി നമ്മുടെ മറ്റേ ഫേസ് മാസ്ക് ഇല്ലേ, അതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഏത് അവസ്ഥയിലായെന്ന് അറിയത്തില്ല. ഞാൻ കുറെ ദിവസമായിട്ട് അതേപോലെ തന്നെ വെച്ചിരിക്കുവായിരുന്നു. അപ്പൊ നമ്മുടെ നൈക്കയുടെ തന്നെ ഒരു ഐ ഷാഡോ പാലറ്റ് ആണ്. ഇതാണ് പാലറ്റ്. ഡേ ഡ്രീമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള നൈക്കയുടെ ഐ ഷാഡോ പാലറ്റ് ആണ്. എനിക്ക് ഇതിന്റെ തന്നെ പാലറ്റ് എന്നൊക്കെ ഓക്കെ. എനിക്ക് ഇതിന്റെ തന്നെ നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ, എന്താണ് സ്മോക്കി ഐസിന്റെ, അതിന്റെ പാലറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അപ്പൊ ഞാൻ വേറെ ഒരെണ്ണം ഓർഡർ ചെയ്തു. പക്ഷെ ഇത് സ്മോക്കി ഐസ് അല്ല, അല്ലാതെ ഒരു പിങ്ക് ഷെയ്ഡ് ഒക്കെ വരുന്ന ഒരു ഷാഡോ പാലറ്റ് ആണ്. അടുത്തത് എന്താ നോക്കാം. സത്യം പറഞ്ഞാൽ കുറെ നാളായില്ലേ ഓർഡർ ചെയ്തിട്ട്. അപ്പൊ എനിക്ക് എന്തൊക്കെ സാധനങ്ങളാന്ന് ഓർമ്മയില്ല. പിന്നെ ഈ മാസ്ക് ഉള്ള കാര്യം ഓർമ്മയുണ്ടായിരുന്നു. കാര്യം ഞാനത് ഓർക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അതിനകത്തുള്ള ക്രീമും സിറവും ഒക്കെ എന്ത് അവസ്ഥയായി എന്ന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അപ്പോ വേണ്ടേ, ഇതാണ് ആ രണ്ട് മാസ്ക്. ഫേസ് മാസ്ക് ആണ് ഞാൻ ഓർഡർ ചെയ്ത്. നമ്മുടെ ഷീറ്റ് ഉണ്ടല്ലോ, ഫേസ് മാസ്ക് ഷീറ്റ്, അത് രണ്ടെണ്ണമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ബ്രാൻഡ് വന്നിട്ട് ടോണി മോളിയുടെ രണ്ടെണ്ണമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇപ്പോഴും ക്യാമറയിലോട്ട് നോക്കേണ്ടതിന് പകരം ഞാൻ എന്നെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. യൂഷ്വലി നമുക്കുള്ള ശീലമാണല്ലോ, നമ്മളെ തന്നെയാണല്ലോ മിക്കവാറും നോക്കുന്നത്. അപ്പോ അപ്പോ ഇതാണ് രണ്ട് മാസ്ക്. ഒന്ന് അലോവേറ ഷീറ്റ് മാസ്ക് ആണ് ഒന്ന്. പിന്നെ ഒരെണ്ണം കൊളജൻ മാസ്ക് ഷീറ്റ് ആണ്. കൊളജന്റെ എന്താണ് ഇലാസ്റ്റിസിറ്റി കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷീറ്റ് മാസ്ക് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് എന്താ നോക്കാം. എന്തൊക്കെയോ കുറെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാന്ന് ഓർമ്മയില്ല. അപ്പൊ ഇത് വന്നിട്ട് ഞാൻ ബിക്നി റേസേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മിക്കപ്പോഴും കാർമേസിയുടെ ബിക്നി റേസേഴ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അത് മൂന്നെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാർമേസിയുടെ തന്നെയാണ് ബിക്കിനി റേസേഴ്സും ഫേസ് റേസേഴ്സും ഞാൻ വാങ്ങിക്കാറുള്ളത്. ഫേസ് റേസർ ഇതിലുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് നോക്കാം. അപ്പൊ ഞാൻ മുന്നേ പണ്ട് യൂസ് ചെയ്തിട്ടുള്ള എനിക്കൊന്ന് സാൻഫേയുടെ ആണെന്ന് തോന്നുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നീട് ഞാൻ കാർമേസി ആണ് ഇപ്പോ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇതിലുള്ളത് ഇത് നമ്മുടെ സെറ്റഫിലിന്റെ സ്കിൻ ക്ലെൻസർ ആണ്. സെറ്റഫിലിന്റെ ക്ലെൻസർ ആണ് ഞാൻ ഓൾമോസ്റ്റ് കുറെ വർഷമായി, ഒരു 7-8 വർഷമാവും ഞാൻ ഈ ക്ലെൻസർ ആണ് യൂസ് ചെയ്യുന്നത്. ജെന്റിൽ ക്ലെൻസർ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഓയിലി സ്കിന്റെ ആണ് യൂസ് ചെയ്യുന്നത്. കാര്യം ജെന്റിൽ യൂസ് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ആക്ച്വലി നമ്മൾ വൈകിട്ടൊക്കെ പുറത്തൊക്കെ പോയി വരുമ്പോഴേക്കും നല്ല ഓയിലി ആവും സ്കിൻ. അപ്പൊ എൻ്റെ ഒരു കോമ്പിനേഷൻ ടൈപ്പ് ഓഫ് സ്കിൻ ആണ്. ഇടയ്ക്ക് നല്ല ഓയിലി ആവുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ജെന്റിൽ സ്കിൻ ക്ലെൻസർ വെച്ചിട്ട് ഒന്നും ആവത്തില്ല. യൂഷ്വലി എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഈ സെറ്റഫിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് അങ്ങനെ എന്താണ് ഫോം ആവത്തില്ല, ലൈക്ക് ഇങ്ങനെ പത വരുത്തില്ല. അപ്പൊ നമ്മള് എന്താ എഫക്ട് ചെയ്യില്ല. ആക്ച്വലി അതാണ് നല്ലത്. സെൻസിറ്റീവ് സ്കിന്നിന് അതാണ് നല്ലത്. അപ്പൊ ഇതും അങ്ങനെ പതയൊന്നും ആവില്ല, പക്ഷെ കുറച്ചുകൂടി ഓയില് പോകും. അപ്പൊ ഇത് ഓയിലി സ്കിൻ ക്ലെൻസർ ആണ്. ഞാൻ ഇതാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഓർഡർ ചെയ്തപ്പോ എനിക്ക് ജെന്റിൽ സ്കിൻ ക്ലെൻസർ കൂടി എനിക്ക് എന്താണ് കുഞ്ഞി പാക്ക്, അത് എന്താണ് അവര് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു, ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇത് നമുക്കിങ്ങനെ ഈ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, നമ്മൾ ഈ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തത് എനിക്ക് ആക്ച്വലി തൊണ്ട നല്ല അടപ്പുണ്ട്. തണുപ്പൊക്കെ കുടിച്ചിട്ടാണോന്ന് അറിയത്തില്ല, നല്ലപോലെ തൊണ്ട അടയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പൊ യൂഷ്വലി എന്റെ ത്രോട്ട് പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവും. എന്നാലും ഞാൻ നല്ലപോലെ ഐസ്ക്രീം കുടിക്കും. അപ്പൊ അതുകൊണ്ട് നല്ല അടപ്പുണ്ട്. അപ്പൊ ഇത് വന്നിട്ട് നമ്മുടെ ലാഷ് സെൻസേഷണലിന്റെ
ഒരു മസ്കാര ആണ്, മെയ്ബിലിന്റെ ആണ്. മെയ്ബിലിൻ ന്യൂയോർക്കിന്റെ ലാസ്റ്റ് സെൻസേഷണൽ ആണ് നമ്മുടെ ഈ മസ്കാര. ഞാൻ പണ്ടേ തൊട്ടേ മെയ്ബിലിന്റെ മസ്കാര ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മറ്റേ ഇതുണ്ടല്ലോ യെല്ലോ യെല്ലോ കളർ, അതാണ് ആദ്യമൊക്കെ യൂസ് ചെയ്തിരുന്നത്. പിന്നീട് ഞാൻ ലാസ്റ്റ് സെൻസേഷണൽ ആണ് വാങ്ങുന്നത്. ഇപ്പൊ ഒരു മൂന്നാമത്തെ പ്രാവശ്യവും ഇത് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ വാങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ ഫേസ് റേസറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതും കാർമേഷിയുടെ തന്നെയാണ്. ഇതിപ്പോ ഒരു പാക്കിൽ 3 റേസേഴ്സ് ആണ് തോന്നുന്നു. അതെ, ഒരു പാക്കിൽ 3 റേസേഴ്സ് ആണ്. ഇപ്പോ ഈ ഫേസ് റേസർ വന്നിട്ട് ഇതാണ്. എല്ലാവർക്കും അറിയാം കാര്യം, എല്ലാവരും മിക്കപ്പോഴും ഇപ്പൊ യൂസ് ചെയ്യുന്ന ആളുകളാണ്. ഞാൻ പണ്ട് ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, അയ്യോ ഇപ്പൊ റേസറൊക്കെ യൂസ് ചെയ്താൽ എന്ത് ചെയ്യും, എന്താ ഷേവ് ചെയ്യുന്ന പോലെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മീശയും താടിയൊക്കെ വളരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യില്ലായിരുന്നു. പക്ഷെ ത്രെഡ് ചെയ്യുമ്പോൾ നല്ല പെയിൻ ആണ്, പിന്നെ വാക്സ് ചെയ്താലും നല്ല പെയിൻ ആണ്. ആക്ച്വലി ഫേസ് വാക്സ് ചെയ്യുന്നത് നല്ലതാണ്, അപ്പൊ റൂട്ടിനെ പോവും. ഇത് കുറച്ച് എന്താണ് ഈ റൂട്ടിലൊക്കെ ഉള്ളത് നിൽക്കുമല്ലോ, അപ്പൊ പിന്നെ കുറച്ച് കട്ടിയായിട്ട് വളരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ തന്നെ ഭയങ്കരമായിട്ടൊന്നും വളരില്ല. അപ്പൊ നമുക്ക് പെയിൻലെസ് ആയിട്ട് ചെയ്യാൻ പറ്റിയത് ഈ ഫേസ് റേസേഴ്സ് ആണ്. ഞാൻ എപ്പോഴും ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഫേസിലൊക്കെ ചെയ്യാൻ പോകുന്ന ടൈമിൽ ഫേസ് വാക്സ് വെച്ചിട്ട് ഈ ചിന്നേരയും അപ്പർ ലിപ്പ് ഏരിയയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അല്ലെങ്കിൽ ഞാൻ ഫേസ് ഫുള്ള് യൂസ് ചെയ്യുന്നത് ഈ റേസർ ആണ്. ഓക്കെ, അപ്പൊ ഇത്ര സംഭവങ്ങളേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ. ഞാൻ ഇത്രയും നാളായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1.5 months 2 months ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ വീഡിയോ ചെയ്യണം എന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒത്തിരി നാളായി അങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാൻ വല്ല ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ അത് സംഭവിച്ചു. അപ്പൊ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വേറൊരു കുഞ്ഞി ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ചെറുതൊരെണ്ണം. അത് ഇതിന് ശേഷം ഓർഡർ ചെയ്തതാണ്. അത് വന്നപ്പോ ചെറുതായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് ഒരു വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ വേറൊരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ഇതെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതാണ് ആ ബോക്സ്. അപ്പോ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.